സ്പാർക്ക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് പറഞ്ഞാൽ കൊല്ലം ടൗണാണ്. കൊല്ലം ടൗൺ എന്ന് പറയാതെ അവർ കൊല്ലം മാർക്കറ്റ്, ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടുത്തെ കാവൽക്കാരാണ് ഈ കിടന്നുറങ്ങുന്നത്. അവർ കുരക്കാൻ സാധ്യതയുണ്ട്, കുരക്കണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ എല്ലാ കടകളും അടവാണ്. പുലർച്ചെ 4 മണി, പുലർച്ചെ 4 മണിയാണ്. ഇങ്ങനെ ഒരു ഒഴിഞ്ഞൊരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുലർച്ചെ 4 മണിക്ക് കയറണം. ഒരു 8 മണി ആയാലും ഇവിടെ ഉണ്ടല്ലോ നല്ല തിരക്കാണ്. നല്ല തിരക്കും നല്ല ബ്ലോക്കാണ്. ഇത് നമ്മളെ കൊല്ലത്തെ മാർക്കറ്റ് എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിൽ വന്ന എല്ലാ സാധനം കിട്ടും. മണി വാപ്പാനി വെച്ച് ബാക്കി എല്ലാ സാധനത്തിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പം പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കൊല്ലത്തിൻ്റെ മാർക്കറ്റിൻ്റെ ഒരു വ്യൂ. നേരം വെളുത്ത മനുഷ്യന്മാരെ കൊണ്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. രാത്രി ഒരു മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ ലോഡും കൊണ്ട് വന്നതാട്ടോ കൊല്ലത്തിൻ്റെ ഈ ടൗണിലേക്ക്. ഉണ്ടല്ലേ, എല്ലായിടത്തും ഇടവാണ്. ഒരു കട പോലും തുറന്നിട്ടില്ല. ഉറങ്ങിക്കോ, ആവിടണ്ട. നമ്മൾ ലോഡും കൊണ്ട് എന്നാണ്. ഇത് നമ്മളെ വണ്ടിയല്ല, നമ്മളെ വണ്ടി അതിൻ്റെ ബാക്കിലുള്ളതാണ്. ഇതാ വണ്ടിയൊക്കെ കെടുത്ത് നോക്കിയാണ്. ഏതാ കെടുത്തല്ലേ. ഇപ്പം പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ വണ്ടി. 5 മണി ഇവിടെ സാധനം ഇറക്കാനും വോട്ടർമാരൊക്കെ വരാനും. അപ്പോൾ ഒരു കൊല്ലം ടൗണിൻ്റെ വ്യൂ ആണ്, കൊല്ലം മാർക്കറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കൊതുകാണ്. എനിക്ക് കൊതു കുത്തിയിട്ട് ഉറക്കം വരാഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക ഞാൻ. അപ്പം ഇതാണ് നമ്മുടെ കൊല്ലം മാർക്കറ്റ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നമ്മളെ ചെരുപ്പുറക്കാള ഏരിയയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വേണ്ടില്ല, ഒരു ബോർഡറാണ് മിസൈൽ വിട്ട മാതിരി പോകുന്നത്. ഇത് നമ്മളൊരു ടെക്സ്റ്റൈൽസാണ്, വെഡ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സൈഡിലാണ് നമുക്ക് സാധനം ഇറക്കാനുള്ളത്, ഈ ഇടയിൽ കേട്ടോ. അപ്പം കൊല്ലം ടൗണിനെ കുറിച്ച് കൂടുതൽ എന്താ പറയുന്നത് വെച്ചാൽ ഒന്നും പറയാനില്ല. നല്ല മനുഷ്യന്മാരാണ്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം കൊതുക്, ഉടുത്തം വിട്ട കൊതുകാണ്. ആ സാധനം കൊണ്ട് ഇവിടെ ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഫോളോ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.